കെ സുരേന്ദ്രൻ എന്ന ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഉള്ളിസുര എന്നും സംഘടനാ നേതൃത്വം വഹിക്കാൻ യോഗ്യതയില്ലാത്തവൻ എന്നൊക്കെ ബി.ജെ.പിയിലും പുറത്തുള്ളവരും അടക്കം പറയുന്ന നേതാവാണ് അദ്ദേഹം. എന്നാൽ കെ സുരേന്ദ്രന്റെ സംഘടനാ മികവിനെ കുറിച്ച് ഇവർക്കൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന മോദി പങ്കെടുത്ത പരിപാടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തൃശൂരിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തൃശൂരിന്റെ അടിത്തട്ടിൽ തുടങ്ങിയ ബി.ജെ.പിയുടെ പ്രചാരണ തന്ത്രങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇതിനെല്ലാം പിന്നിലുള്ള ആ മനുഷ്യൻ തന്നെയാണ് കെ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം തൃശൂരിൽ 2 ലക്ഷം വനിതകളെ സംഘടിപ്പിച്ച് നടത്തിയ പരിപാടി ബി.ജെ.പിയുടെ സംഘടനാ ശക്തി വിളിച്ചോതുന്നത് തന്നെയായിരുന്നു. കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ തലവൻ ഇറങ്ങിച്ചെന്ന് 2 ആഴ്ച തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് വിജയിപ്പിച്ച പരിപാടി എന്ന് പറയാം. തൃശൂരിലെ ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കി തന്നെയായിരുന്നു സുരേന്ദ്രന്റെ തൃശൂരിലെ ഗ്രൗണ്ട് വർക്ക് എല്ലാം നടന്നത്. സംഘടനാപരമായി ദുർബലമായ ഗുരുവായൂർ മണ്ഡലത്തിൽ 2 ദിവസമാണ് താഴെത്തട്ടിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യാത്ര ചെയ്തത്. ബി.ജെ.പിയുടെ യുവം പരിപാടിക്ക് ശേഷം മറ്റൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാനായത് കെ സുരേന്ദ്രന്റെ സംഘാടക മികവ് തന്നെയാണെന്നാണ് പാർട്ടിക്കകത്തുള്ളവരും പുറത്തുള്ളവരും ഒരേ മനസ്സാൽ പറയുന്നത്. ശോഭന, മിന്നുമണി, ബീന കണ്ണൻ, മറിയക്കുട്ടി തുടങ്ങിയ നാടിന്റെ അഭിമാനമായവരെയും വിവിധ തലങ്ങളിലുള്ളവരെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായതും അതിന്റെ ഏറ്റവും വലിയ വിജയമാണ്. കേരളത്തിൽ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം തൃശൂരിൽ ഡിസംബർ 28 നടന്ന ബി.ജെ.പി സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. അത് സാധാരണക്കാരിൽ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാക്കുമെന്ന് സുരേന്ദ്രന് നന്നായി അറിയാമായിരുന്നു. മോദിയെ മുൻനിർത്തി കളിച്ചാൽ കേരളത്തിൽ വേരോട്ടം നടത്താനാവുമെന്ന് സുരേന്ദ്രൻ അറിയാം. ഒപ്പം തന്നെ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളും കെ സുരേന്ദ്രന്റെ വ്യക്തമായ ഇടപെടലിലൂടെയായിരുന്നു പുറത്തു വന്നതെന്നാണ് മറ്റൊരു കാര്യം. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കോൺഗ്രസിനെ സുരേന്ദ്രൻ വെട്ടിലാക്കി എന്ന് പറയാം. ഗവർണർ വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ പോയി ഗവർണർക്ക് പിന്തുണ കൊടുക്കാൻ സുരേന്ദ്രന് സാധിച്ചു. ഗവർണറെ കൊണ്ട് വ്യക്തമായ രാഷ്ട്രീയം പറയിപ്പിക്കാൻ സുരേന്ദ്രന് സാധിച്ചു എന്ന് പറയാം. പിണറായി വിജയനെ മറ്റൊരു തരത്തിൽ വിറപ്പിക്കാൻ സാധിച്ചു എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമലയിലെ മണ്ഡലകാലത്തിന് ഒരാഴ്ച മുൻപ് നിലയ്ക്കലും പമ്പയിലും സന്ദർശനം നടത്തിയ സുരേന്ദ്രൻ മുന്നൊരുക്കങ്ങളിലെ പരാജയം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുകയും ചെയ്തതാണ്. അതേസമയം പാർട്ടിയെ വലുതാക്കാനും കെ സുരേന്ദ്രൻ നടത്തുന്ന ഇടപെടലുകൾ അഭിനന്ദനീയവും ശ്രദ്ധിക്കേണ്ടതുമാണ്. മേജർ രവിയെയും ദേവനെയും വീണ്ടും പാർട്ടിയിലെത്തിച്ച അദ്ദേഹം താരമായി. സുധാകരന്റെ സ്വന്തം അനുയായിയായ സി രഘുനാഥിനെയും പാർട്ടിയിലെത്തിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ കേരളത്തിലെ ബി.ജെ.പി ഒരു സംഘടന എന്ന നിലയ്ക്ക് വളർത്തുക തന്നെയാണ് കെ സുരേന്ദ്രൻ എന്ന അതിന്റെ സംസ്ഥാന മേധാവി കുറച്ചു കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യസമയത്ത് പ്രതികരണങ്ങൾ നടത്തി പ്രതിഷേധങ്ങൾ അറിയിച്ച് മുന്നോട്ട് പോവുക എന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് ബി.ജെ.പിയും കെ സുരേന്ദ്രനും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.